നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സെപ്റ്റംബറിലെ അർജൻറ്റീനയുടെ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരങ്ങൾക്കായുള്ള സ്ക്വാഡ് ഇന്നലെ കോച്ച് ലയണൽ സ്കലോനി പുറത്തുവിട്ടപ്പോൾ അതിൽ സർപ്രൈസിംഗ് ആയിട്ടുള്ളൊരു കോളപ്പം ഉണ്ടായിരുന്നു. യെസ്, ആ പേര് പലരും ഈ ഒരു ലിസ്റ്റിൽ പ്രതീക്ഷിക്കാത്തതാണ്. ഹോസെ മാനുവൽ ലോപ്പസ്. മുന്നേറ്റ നിരയിൽ ഹോസെ മാനുവൽ ലോപ്പസ്. പോളോ ഡിബാലയില്ല. അങ്ങനെയുള്ള പ്രധാനപ്പെട്ട താരങ്ങളില്ലാതിരിക്കുമ്പോഴാണ് ഹോസെ മാനുവൽ ലോപ്പസിനെ സ്ക്വാഡിലേക്ക് എടുത്തിരിക്കുന്നത്. ഇതൊരു ബിഗ് സർപ്രൈസിംഗ് ആയിട്ടാണ് ഇപ്പോൾ അർജൻറ്റീൻ മാധ്യമങ്ങൾ തന്നെ അവതരിപ്പിക്കുന്നത്. ബിഗ് സർപ്രൈസ് അഡീഷൻ ടു അർജൻറ്റൈൻസ് റോസ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ടാണ് TOC സ്പോർട്സ് ഈ ഒരു ഇൻക്ലൂഷനെ വിശദീകരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ കളി നിർത്തി മതിയാക്കി പോവാൻ ചിന്തിച്ചയാളാണ് ഈ ഹോസെ ലോപ്പസ്. അദ്ദേഹമാണ് ഇപ്പോൾ അർജൻറ്റീൻ ദേശീയ ടീമിലേക്ക് ഇടം പിടിച്ചിരിക്കുന്നത്. വല്ലാത്തൊരു സ്റ്റോറിയാണ്. ആ ഒരു സ്ട്രഗിൾ ചെയ്ത് ഉയർന്നു വന്നവൻ. 24 വയസ്സിനിടയ്ക്ക് അദ്ദേഹം കടന്നുപോയ ഘട്ടങ്ങളിലൂടെ നമ്മളൊന്ന് പോവുകയാണ്. അർജൻറ്റീൻ മാധ്യമങ്ങൾ അദ്ദേഹത്തെക്കുറിച്ചാണ് ഇന്നിപ്പം സ്പെഷ്യൽ സ്റ്റോറിയൊക്കെ എഴുതുന്നത്. നോക്കാം നമുക്ക്. എൽ ഫാൽക്കോ എന്ന് വിളിപ്പേരുള്ള അർജൻറ്റീൻ താരം ഹോസെ മാനുവൽ ലോപ്പസ് ഇപ്പോൾ കളിക്കുന്നത് എവിടെയാണ്? ബ്രസീലിലാണ്. പാൽമിറാസിൻ്റെ സ്ട്രൈക്കറാണിപ്പോൾ ഹോസെ മാനുവൽ ലോപ്പസ്. അവിടെ അദ്ദേഹം മികച്ച പ്രകടനം നടത്തുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ താരത്തെ സ്ക്വാഡിലേക്ക് ലയണൽ സ്കലോനി എടുത്തിരിക്കുന്നത്. വിശദമായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ കഥയും നോക്കാം. ഹോസെ മാനുവൽ ലോപ്പസ് തീർച്ചയായിട്ടും അർജൻറ്റീൻ ദേശീയ ടീമിൻ്റെ പ്രീ സെലക്ഷൻ ലിസ്റ്റിലെ ഒരു സർപ്രൈസ് ഇൻക്ലൂഷനാണ്. അവരുടെ ലേഖനത്തിൽ TOC സ്പോർട്സ് അങ്ങനെയാണ് അദ്ദേഹത്തെ അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു ഘട്ടത്തിൽ കളി നിർത്തി പോകാൻ ചിന്തിച്ചവൻ, അവൻ ദേശീയ ടീമിലേക്ക് നടന്നു കയറിയത് വല്ലാത്ത ഒരു നിശ്ചയദാർഢ്യം കൊണ്ടാണ്. 2000 ഡിസംബർ 6 അവൻ ജനിക്കുന്നത്. സാൻ ലോറൻസോയിലാണ് അവൻ്റെ ജനനം. അവൻ്റെ അമ്മ വീട്ടമ്മയായിരുന്നു, ഹൗസ് വൈഫാണ്. അച്ഛനാണെങ്കിലോ ഫിഷിംഗ് ആയിരുന്നു ജോലി, മീൻപിടുത്തമായിരുന്നു ജോലി. അങ്ങനെ വളരെ സമൂഹത്തിൻ്റെ താഴേക്കിടയിൽ നിന്ന് വളർന്നു വന്നവനാണ്. ഫുട്ബോളിലേക്കുള്ള അവൻ്റെ ആദ്യ സ്റ്റെപ്പ് വരുന്നത് 7-ാം വയസ്സിലാണ്. എൽ പ്രോഗ്രസോ എന്ന് പറയുന്ന ക്ലബിലേക്ക് അവൻ എത്തുന്നത് 7-ാം വയസ്സിലാണ്. കുറച്ച് മാസങ്ങൾക്ക് ശേഷം അവൻ ക്ലബ് അത്ലറ്റിക്കോ സലാഡാസിലേക്ക് മാറി. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ വീട്ടിൽ നിന്ന് 15 കിലോമീറ്റർ ദൂരെയായിരുന്നു. അവിടെ അവൻ്റെ കളികളുമായിട്ട് മുന്നോട്ട് പോയി. പിന്നെ മറ്റ് ക്ലബ്ബുകളുടെ ട്രയൽസിലേക്ക് അവൻ പങ്കെടുത്തു. ബൊക്ക ജൂനിയേഴ്സിൻ്റെ കോർഡിനേറ്റേഴ്സ് നടത്തുന്ന ഒരു ട്രയൽസിൽ അവൻ പങ്കെടുത്തു. ഒടുവിൽ അവൻ ഇൻഡിപെൻഡൻ്റ് ക്ലബ്ബിലേക്ക് എത്തി. ചെറിയ പ്രായത്തിൽ അർജൻറ്റീനയിലെ പ്രധാനപ്പെട്ട ക്ലബ്ബുകളിലൊന്നായ ഇൻഡിപെൻഡൻ്റയിലേക്ക് അവൻ ചേക്കേറുകയായിരുന്നു. അതിനുശേഷം എന്ന് പറയുമ്പോൾ അവന് 9 വയസ്സാണ് ഇൻഡിപെൻഡൻ്റയിലേക്ക് എത്തുമ്പോൾ. അതിനുശേഷം അവൻ അവരുടെ യൂത്ത് ടീമുകളിൽ കളിച്ചു. 6th ഡിവിഷനിൽ അവൻ കളിച്ചുകൊണ്ടിരിക്കവെയാണ് അവൻ ആ ഒരു ഇഞ്ചുറി പറ്റുന്നത്. അവൻ്റെ പുറം ഭാഗത്ത് ഇഞ്ചുറി, ഇടുപ്പിന് ഇഞ്ചുറി. അങ്ങനെ കളി നിർത്തിയാലോ, ഫുട്ബോൾ നിർത്തി, കാരണം ഇനി കഴിയില്ല, എണീറ്റ് നടക്കാൻ പോലും ബുദ്ധിമുട്ടാണ്, കളി നിർത്തിയാലോ എന്നവൻ ചിന്തിച്ചിരുന്നു. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ TOC സ്പോർട്സ് റിപ്പോർട്ടിൽ നിന്ന് എങ്ങനെയാണ്: എനിക്ക് ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. എൻ്റെ ഇടുപ്പിൻ്റെ ഭാഗത്ത് മറ്റുമൊക്കെയായിട്ട് എൻ്റെ പുറത്ത് ബാക്ക് ഇഞ്ചുറിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഫുട്ബോൾ കളിക്കാൻ പറ്റുന്നത് പോയിട്ട് എഴുന്നേറ്റ് നടക്കാൻ പോലും വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ആ ഘട്ടത്തിൽ കളി നിർത്തിയാലോ എന്ന് ഞാൻ ചിന്തിച്ചതാണ്. പക്ഷേ എൻ്റെ സ്വപ്നങ്ങൾ, ആ ഒരു ഡിസയർ അത് കൂടുതൽ സ്ട്രോങ്ങർ ആയിരുന്നതുകൊണ്ട് ഞാൻ മുന്നോട്ടേക്ക് പോവുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ അവൻ ആ പരിക്കിൽ നിന്ന് ഒരു വിധത്തിൽ റിക്കവേർഡായി. എന്നിട്ട് വീണ്ടും ട്രെയിനിങ് ആരംഭിച്ചു. പക്ഷെ അവനോട് അപ്പോൾ ഇൻഡിപെൻഡൻ്റയുടെ അധികൃതർ പറഞ്ഞു, നിന്നെ കൺസിഡർ ചെയ്യുന്നില്ല, ട്രെയിനിങ് ഒക്കെ നടത്തിക്കോ, പക്ഷേ ടീമിലേക്ക് ഉൾപ്പെടുത്തില്ല എന്ന്. 2017 അവനെ ലാനൂസ് ക്ലബ്ബ്, അർജൻറ്റീനയിലെ മറ്റൊരു പ്രമുഖ ക്ലബ്ബാണ് ലാനൂസ് ക്ലബ്ബ്, ട്രയൽസിനായിട്ട് കോൺടാക്റ്റ് ചെയ്തു. അവൻ അവിടെ പോയി ട്രയൽസ് നടത്തി സ്ക്വാഡിൽ ഇടം പിടിച്ചു. എന്ന് പറഞ്ഞാൽ അവിടുത്തെ 5th ഡിവിഷൻ സ്ക്വാഡിലാണ് അവൻ ഇടം പിടിക്കുന്നത്. ആ ഒരു എൻ്റർ ഇയർ അവൻ ആ ഒരു സ്ക്വാഡിന് വേണ്ടി കളിച്ചു. ആ ഒരു സമയത്ത് സെൻട്രൽ ഫോർവേഡായിട്ട് അവൻ കളിച്ചു, വിങ്ങറായിട്ട് കളിച്ചു, ഈവൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായിട്ട് അവൻ കളിച്ചു മുന്നേറ്റ നിരയിൽ. 2018 അവന് പ്രീ സീസൺ 4th ഡിവിഷൻ ടീമിനോടൊപ്പം നടത്തി. പിന്നീട് അവൻ ട്രെയിനിങ് നടത്തി റിസർവ് ടീമിനോടൊപ്പമായി. പക്ഷേ ഒടുവിൽ അദ്ദേഹത്തിന്
അവിടെ നിന്ന് ഒരു റീജിയണൽ ലീഗിലേക്ക് കളിക്കാൻ വേണ്ടി പോകേണ്ടി വന്നു. അവസാനം അങ്ങനെയാണ് സംഭവിച്ചത്. അപ്പം ടീമിൽ നിന്ന് സ്ഥാനം നഷ്ടമാകുന്നു, റീജിയണൽ ലീഗിൽ കളിക്കേണ്ടി വരുന്നു. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മോട്ടിവേഷൻ നഷ്ടപ്പെടേണ്ടതാണ്. പക്ഷേ ലോപ്പസ് അവിടെ മികച്ച പ്രകടനം നടത്തി, ടീമിൻ്റെ ടോപ്പ് സ്കോററായിട്ട് മാറി. ആ ടീമിനെ അടുത്ത ഡിവിഷനിലേക്ക് ക്വാളിഫൈ ചെയ്യിക്കുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളും അവൻ വഹിച്ചു. പിന്നെ അവൻ ലാനൂസിൽ മികച്ച പ്രകടനമാണ് അവൻ നടത്തുന്നത്. അതുവഴി റിവർ പ്ലേറ്റ് അവനിൽ താല്പര്യം പ്രകടിപ്പിക്കുന്നു. ആർക്ക് പകരം? ഹൂലിൻ ആൽവരസിന് പകരം. ഒടുവിൽ പക്ഷേ അവൻ പാൽമെറാസിലേക്ക് പോകുന്നു. ആ കഥ കൂടി നമ്മൾ നോക്കണം. അപ്പോൾ റീജിയണൽ ലീഗിലെ ആ ഒരു എക്സ്പീരിയൻസിന് ശേഷം അവൻ വീണ്ടും ലാനൂസിൻ്റെ ടീമിലേക്ക് എത്തുന്നു. ഫസ്റ്റ് ഡിവിഷനിൽ അവൻ്റെ പ്രകടനങ്ങൾ വരുന്നു, മികച്ച പ്രകടനങ്ങൾ വരുന്നു. ഗോളുകൾ കൊണ്ട് അവനവൻ്റെ കരിയർ മാറ്റുന്നു. 188 സെൻറ്റിമീറ്റർ ഉയരമുണ്ട്. അതുകൊണ്ട് ഏരിയൽ ഡ്യുവൽസിലും അവൻ മികവ് കാണിച്ചു. അവൻ്റെ ഡെബ്യൂ വരുന്നത് ജനുവരി 3, 2021 6 ദിവസങ്ങൾക്ക് ശേഷം റൊസാരിയോ സെൻട്രലിനെതിരെ ടോപ്പ് ഡിവിഷനിലെ അവൻ്റെ ആദ്യ ഗോൾ അവൻ കണ്ടെത്തി. വളരെ ലെതലായിട്ടുള്ള ഒരു കൂട്ടുകെട്ട് അവൻ ഹോസെ സാൻഡുമായിട്ടുണ്ടാക്കി. മികച്ച പ്രകടനം അവർ നടത്തി. 2021 അർജൻറ്റീൻ ലീഗിൽ ഗോൾ ചാർട്ടിൽ അവൻ മുന്നോട്ട് കുതിച്ചു. 13 ഗോളുകളാണ് ആ സീസണിൽ അവൻ നേടിയത്. അവന് മുന്നിൽ ആകെ ഉണ്ടായിരുന്നത് 3 പേരാണ്. അന്ന് ടോപ്പ് സ്കോറർ ഹുലിൻ ആൽവരസ് 18 ഗോളാണ് നേടിയിരുന്നത്. 13 ഗോളുകൾ ഇദ്ദേഹം നേടിയിരുന്നു എന്ന കാര്യം കൂടി നോക്കുക, ലോപ്പസ് നേടിയിരുന്നു എന്ന കാര്യം കൂടി നോക്കുക. അപ്പം ലാനോസ് തീർച്ചയായിട്ടും ആ ഒരു സീസണിൽ അവനെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോയത്. പക്ഷേ ക്ലബിന് അത്ര മികച്ച പ്രകടനമല്ല നടത്താൻ കഴിഞ്ഞതെങ്കിലും ഹോസെ മാനുവൽ ലോപ്പസ് പ്രധാനപ്പെട്ട ക്ലബ്ബുകളുടെ ശ്രദ്ധയാകർഷിച്ച് കഴിഞ്ഞിരുന്നു. റിവർ പ്ലേറ്റ് അവനെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു. ഈവൻ അവനെ സ്വന്തമാക്കാൻ വേണ്ടി പൈസ കൊടുക്കുന്ന കൂട്ടത്തിൽ ക്രിസ്ത്യൻ ഫെറിയറെ എക്സ്ചേഞ്ച് ചെയ്യാം എന്ന് പോലും അവർ സമ്മതിച്ചതാണ്. പക്ഷേ ആ ഡീല് അന്ന് വർക്ക് ഔട്ടായില്ല. ഫൈനലി അവൻ ബ്രസീലിയൻ ലീഗിലേക്ക് പാൽമെറാസിലേക്ക് മൂവ് ചെയ്യുകയായിരുന്നു. ആ ഡീലെന്ന് പറയുമ്പോൾ $7 മില്യൺ ഒരു ഡീലായിരുന്നു. 70% ആണ് അവൻ്റെ ഒരു റൈറ്റ്സ് പാൽമെറാസിന് ട്രാൻസ്ഫർ ചെയ്തത്. ബാക്കി 30% ഇനി ഭാവിയിലെ സെല്ലിങ്ങിലൂടെ തങ്ങൾക്ക് ലാഭം കിട്ടാൻ വേണ്ടി ലാനൂസ് കൈവശം വെക്കുകയും ചെയ്തു. അവിടെ അവൻ മികച്ച പ്രകടനം നടത്തുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത്. 156 മത്സരങ്ങളിൽ നിന്ന് 47 ഗോളുകൾ നേടിയിട്ടുണ്ട്. ഈ സീസണിൽ ടീമിൻ്റെ ടോപ്പ് സ്കോറർ അവനാണ്. ലിബർട്ടഡോറസിൽ 6 കളികളിൽ നിന്ന് 5 ഗോളുകൾ അവൻ നേടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പെർഫോമൻസാണ് 24-ാം വയസ്സിൽ അർജൻറ്റീൻ ദേശീയ ടീമിലേക്ക് വഴി തുറന്നിരിക്കുന്നത് ഹോസെ മാനുവൽ ലോപ്പസിന്. ഏതായാലും അർജൻറ്റീനയുടെ ജേഴ്സിയിൽ മുന്നേറ്റ നിരയിൽ അവൻ മികച്ച പ്രകടനം നടത്തുന്നത് കാത്തിരിക്കുകയാണ് ആരാധകർ. ഒരു സർപ്രൈസിങ് ഇൻക്ലൂഷൻ സ്കലോനിയുടെ വജ്രായുധമായിട്ട് അവൻ മാറുമോ? കാത്തിരുന്ന് കാണാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ്റ്റോക്സ് എത്താം.